സന്ദർഭവശാൽ ഉമ്മൻചാണ്ടിയും സർക്കാരും സോളാർ ഗർത്തത്തിൽ അകപ്പെട്ടുപോയി എന്നുള്ളത് നേരാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്വാസോച്ഛ്വാസത്തിനിടെ സെക്രട്ടേറിയറ്റ് പടിക്കൽ നിരാഹാര സമരം നടത്തുന്ന എൻഡോസൾഫാൻ ഇരകളെ കണ്ടില്ല എന്ന് സർക്കാരിന് നടിക്കാൻ കഴിയില്ല. മുഖ്യമന്ത്രി ചർച്ചയെന്ന നമ്പറുമായി രംഗത്ത് വരുമ്പോൾ അങ്ങ് തൃശൂരിൽ കുട്ടി കോൺഗ്രസുകാർ ഉമ്മൻചാണ്ടിയെ തോൽപ്പിക്കുന്ന നമ്പർ ഇറക്കി. തിരുവനന്തപുരത്തേക്ക് പോയി പേരുദോഷം ഉണ്ടാക്കേണ്ട എന്ന് കരുതിയ KSU പിള്ളേർ തൃശൂരിൽ എൻഡോസൾഫാൻ ഇരകൾക്ക് അഭിവാദ്യമർപ്പിച്ചുകൊണ്ട് ഏകദിന ഉപവാസം നടത്തി. എന്തു പറയണമെന്നും ചെയ്യണമെന്നും തിരിയാതെ തേറമ്പിൽ പോയി ഉദ്ഘാടനവും നടത്തി. നടത്തുകയും പാക്കേജുകൾ സൃഷ്ടിക്കുകയും ഒക്കെ വന്നു. അങ്ങനെ വന്നപ്പോൾ വിലപേശൽ നടത്താനും കൂടുതൽ ആവശ്യങ്ങൾ ഉന്നയിക്കാനും ഒക്കെ പ്രേരിപ്പിക്കാൻ ധാരാളം ആളുകൾ ഉണ്ടായി എന്ന സത്യം. അവരെ ഞാൻ പഴി പറയുന്നില്ല. വൈകിട്ടാണെങ്കിലും മനുഷ്യത്വം അവരിൽ ഉണ്ടായതിൽ ഞാൻ ദൈവത്തോട് നന്ദി പറയുകയാണ്. പ്രശ്നപരിഹാരം ഇന്നും വളരെ അകലെയാണ്. കുട്ടി കോൺഗ്രസുകാർ ഇമാതിരി സമരം നടത്തുമ്പോൾ VS കൂട്ടരും നാളെ തുടങ്ങാനിരിക്കുന്ന നിയമസഭാ സമ്മേളനം കുളമാക്കാനുള്ള പരിപാടികളിലാണ്. ഉമ്മൻചാണ്ടിയുടെ ആരോപിത സാഹചര്യം ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം ഗവർണറെ പോയി കണ്ട് പരാതി പറഞ്ഞു. നയപ്രഖ്യാപന പ്രസംഗത്തിന് വരരുത് സാറേ എന്ന് അപേക്ഷിച്ചു. പ്രതിപക്ഷത്തിൻ്റെ അഭിപ്രായം അദ്ദേഹത്തെ അറിയിച്ചു. അദ്ദേഹം ഭരണഘടനാപരമായിട്ട് ഗവർണർക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ അദ്ദേഹവും വിവരിച്ചു. അതാണ് സ്ഥിതി. മുഖ്യമന്ത്രി ബജറ്റ് അവതരിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടോ? അതെല്ലാം ഒന്നൊന്നായി നിങ്ങൾ ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഓരോന്നിങ്ങനെ നിങ്ങൾ ചോദിച്ചോ പറഞ്ഞോ? അതൊന്നും അർത്ഥമില്ല. ഉമ്മൻചാണ്ടിയോട് അതൊക്കെ ചോദിക്കുന്നതിൻ്റെ ബുദ്ധിയാണ്. ഗവർണർ എന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഭരണഘടനാ ബാധ്യത നിറവേറ്റുന്നു എന്നുള്ളതാണ്. ഭരണഘടനയിൽ പറയുന്നതനുസരിച്ച് ഞാൻ വരുന്നു. ഭരണഘടനാ ബാധ്യത നിറവേറ്റുക എന്ന് മാത്രമേ എൻ്റെ ജോലിയുള്ളൂ. ബാക്കിയെല്ലാം നിങ്ങളുടെ ജനാധിപത്യപരമായ അവകാശം നിങ്ങൾക്ക് പ്രയോഗിക്കുകയും ചെയ്യാം എന്നും അദ്ദേഹം പറഞ്ഞു അല്ലേ? അതെ. ഗവർണർ വന്നാലും ഇല്ലെങ്കിലും സംഗതി കോളായിരിക്കുമെന്ന് മാത്രം പറയാം. സഭയിൽ അടി, പുറത്ത് സരിതയുടെ തെളിവുകൾ. നാളെ വരെ കാത്തിരിക്കാൻ നാട്ടുകാർക്ക് ക്ഷമയുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു ഇടവേള കൂടി, അത് കഴിഞ്ഞ് കുഞ്ഞുമോൻ മഹാത്മ്യങ്ങൾ. അതിന്റെ തലേന്ന് MLA-മാർക്കുള്ള ഡയറി എല്ലാം കൊടുത്തു കഴിഞ്ഞു. സ്പീക്കറെ പോയി കണ്ട് മണിയടിച്ച് സ്പീക്കറിൽ നിന്ന് കുറച്ച് ഡയറി കൂടുതൽ വാങ്ങിച്ചു. അടൂർ പ്രകാശിനെ കണ്ട് ചില ശുപാർശ നടത്തി. അവൻ പോയി കഴിയുമ്പോൾ അവന്റെ കുറ്റം പറയാതെ തെണ്ടി. നാളെ ഞാൻ ഇല്ലാത്തപ്പോൾ എന്റെ കുറ്റം പറയൂലേ?